ഉഷാറായിട്ടുള്ള മറ്റൊരു പാട്ടിലേക്ക് കൂടി നിങ്ങൾ എവിടെയും ശ്രദ്ധയെ സ്വാഗതം ചെയ്യണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ നമുക്കൊന്ന് എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഞാനൊന്ന് റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്താം. ഓക്കെ, റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും കുറച്ചുകൂടി സൗണ്ടിൽ. ഓക്കെ, സ്റ്റോപ്പ്. ഒന്നുകൂടി ഞാൻ സ്റ്റാർട്ട് പറയാം. ഇതുപോലെ കൈയടിക്കുക. സ്റ്റോപ്പ് പറയുമ്പോൾ നിർത്താം. റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി എല്ലാവരും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കും കൈയടിക്കാം. ഓക്കെ, റെഡി സ്റ്റോപ്പ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി റെഡി 1 2 3 പറയാം. ആ പറയുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ ഒരാൾ കൈയടിക്കണം കേട്ടോ. ഒറ്റ ഒരാൾ. ഓക്കെ, റെഡി നോക്കാം. റെഡി ആയിട്ടാ ഞാൻ റെഡി 1 2 3 അങ്ങനെ പറഞ്ഞതിന് ശേഷം ഓക്കെ റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ഒറ്റ ഒരാൾ മാത്രമേ കൈയടിക്കാൻ പാടുള്ളൂ. ഒന്നുകൂടിയേ. റെഡി അപ്പൊ ആയിട്ടാ ഞാൻ ഇങ്ങനെ റെഡി 1 2 3 അങ്ങനെ പറയുമ്പോൾ ഒറ്റ കൈയടി. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. അത് വേറൊരു ടൈപ്പ് കണിയാണ്. ഓക്കെ, ശരി, എന്നൊരു കാര്യം ചെയ്യാം നമുക്ക്. ഞാൻ ചില അക്ഷരങ്ങൾ പറയാം, അതുപോലെ നിങ്ങളൊന്ന് കൈയടിക്കണേ. ഒരു താളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതെല്ലാവരും കൈയടിക്കണേ. ത, എല്ലാവരും ത ത ത ത താത്ത 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 താത്താത്ത 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 ത. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, ഇതുപോലെ ഒന്ന് കൈയടിക്കുക. ഇനി കൈയടിക്കാനും മടിയാണെങ്കിൽ ഒന്ന് ഒച്ചത്തിലൊന്ന് കൂവിയല്ലായിരുന്നു, അടിപൊളിയായിട്ടൊന്ന് കൂവിയോ. റെഡി? ഓക്കെ, മലയാളികളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അതുകൊണ്ട് നിങ്ങൾ കൂവുക, കൈയടിക്കുക, തീരുന്നത് വരെ എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുക. അപ്പോൾ നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മളിനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ എന്നുള്ളത് ഒരുപക്ഷേ നമ്മളെല്ലാവരും കാത്തിരുന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരനാണ്. നിരവധി പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച സംഗീത പ്രതിഭയാണ്. അതിലേറെ ഉപരിയായി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കലാഭവൻ മണിച്ചേട്ടൻ ഫാൻസ് അല്ലേ എല്ലാവരും? ഇപ്പോൾ മണിച്ചേട്ടൻ പാടി അനശ്വരമാക്കിയ പാട്ടുകളുടെ ഏകദേശ പാട്ടുകളൊക്കെ എഴുതിയ അറുമുഖൻ വെങ്കിടങ്ങ് എന്ന അതുല്യനായ സംഗീത പ്രതിഭയുടെ മകനാണ് അദ്ദേഹം. അതിലേറെ ഉപരിയായി നിരവധി പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരനാണ്. അതുപോലെ ഷൈൻ ട്യൂൺസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹത്തിന് ചെന്നൈയിലും കേരളത്തിലും സ്വന്തമായിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പാട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ സംഗീതത്തെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ പാട്ടിലായിക്കോട്ടെ, നാടകഗാനങ്ങളിലായിക്കോട്ടെ, സിനിമാ ഗാനങ്ങളിലായിക്കോട്ടെ നിരവധി പരീക്ഷണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനെ, നാടൻ പാട്ടിനെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനെ നിറഞ്ഞൊരു കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ഷൈൻ വെങ്കിടങ്ങ് ഓൺ സ്റ്റേജ്. ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോട് വേദിയിലേക്ക്. ഷൈനായിട്ട് ഒറ്റ ഒരു സെക്കൻഡ് കൂടിയ. ഓക്കെ, ശരി. ഷൈനാട്ടൻ എന്നോട് പറഞ്ഞത് നമുക്കൊരു നാടക ഗാനം പാടാം എന്നാണ് പറഞ്ഞത്. റെഡിയാണോ? നാടക ഗാനം കേൾക്കാൻ വേണ്ടി റെഡിയാണോ? റെഡി. അപ്പോൾ ഞാനൊരു ഒറ്റൊരു ചോദ്യമാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്, ഇങ്ങനെ ഒരു വേദി കൂടി ആയതുകൊണ്ടാണ്. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ നാടകത്തിൻ്റെ ആദ്യ വേദി അവതരിപ്പിക്കുന്നത് 1929. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആ നാടകത്തിൽ ഒരു വ്യക്തി, ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തി സ്ത്രീ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ആരാന്നറിയോ? യെസ്, ഇവിടെ ഒരാൾ ഉത്തരം പറഞ്ഞു. ബാക്കിൽ നിന്ന് ആർക്കും വേണമെങ്കിൽ ഉത്തരം പറയാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിൽ ആദ്യ വേദിയിൽ സ്ത്രീ വേഷത്തിൽ അഭിനയിച്ച പ്രിയപ്പെട്ട വ്യക്തിയുടെ പേര് ഇത് ആരെങ്കിലും ബാക്കിൽ നിന്ന് ആരെങ്കിലും ഓക്കെ, ഇദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ ശരിയായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു. അങ്ങനെയാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനം കൂടിയാണ് നാടകവേദി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പാട്ടുകളെ ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ട പാട്ടുകാരനെ വളരെയേറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഷൈൻ വെങ്കിടങ്ങ് ഓൺ സ്റ്റേജ്. ഹലോ, ഞാനൊരു പാട്ട് പാടിയതിന് ശേഷം സംസാരിക്കാം. പോവാം. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ, പഞ്ചവർണ്ണ കിളിത്തത്തേ, തുഞ്ചന്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചി കുഴഞ്ഞൊരു തത്തേ, വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ, സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ,
ഇക്കളിത്തട്ടിലിരിക്കാൻ പോരൂ ഇത്തിരി നേരമൻ തത്തേ തെങ്ങിള നീരുതരാം ഞാൻ കുളിർ തെന്നലിൻ ചാമരം വീശ മണ്ണിൽ വിരിയുമഴകിൽ കൊച്ചു മഞ്ചാടി മാലതരാം ഞാൻ വിണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു പൊന്മുത്തെടുത്ത് തരാം ഞാൻ ഇന്നു നിൻ പാട്ടിന് കൂട്ടായുണ്ട് പൊൻകുരുന്നോല കുഴലും കൊട്ടും കുഴലും കുടവും കാട്ടുപുൽത്തണ്ടിലൂറും ശ്രുതിയും സപ്തസ്വരസുന്ദരികൾ പോലും കച്ചമണിയും ചിലമ്പും ഇക്കളിത്തട്ടിലിരിക്കാൻ പോരൂ ഇത്തിരി നേരമൻ തത്തേ ഇത്തിരി നേരമൻ തത്തേ ആ ചില പാട്ടുകൾ നമ്മൾ പാടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും അത് പാടാനുണ്ടാവില്ല. ചില പാട്ടുകൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാവരും പാടുന്ന ഒരുപാട് ഇപ്പം എൻ്റെ അച്ഛൻ എഴുതിയ പാട്ടുകൾ ചാളക്കുഴി എന്തൊക്കെ പകൽ മുഴുവൻ അത് നിങ്ങൾ ഒരുപാട് വേദികളിൽ കേൾക്കുന്നുണ്ടാവും. അത് തന്നെയാണ് ഞാൻ വീണ്ടും പാടേണ്ടത്. അപ്പോൾ ഇത് ഓൺവിയെ പോലെ ദേവരാജ മാഷെ പോലെ ഒരു തലമുറയെ സ്വാധീനിച്ച് ഇപ്പം എൻ്റെ അച്ഛൻ്റെ തലമുറയെ സ്വാധീനിച്ച ആളുകളാണ് ദേവരാജ മാഷൊക്കെ. അപ്പോൾ അത് ഞാൻ കൈമാറുന്നു. അത്തരത്തിലുള്ള പാട്ടുകൾ ഇത്തരം വേദികളിൽ പാടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിലും കൈയ്യടി തരാം. എന്താ അറിയോ, എല്ലാവരും പാസ് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇവരെ ധാരണ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്ന ഞാനെന്ത് വലിയൊരു സംഭവമായി. ആ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവർ ഇപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്പോ ഇവർ കൊള്ളാലോ, ഭയങ്കര സംഭവമാണല്ലോ. ചേച്ചി അതിലെ കുറച്ച് എയറൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് ചിരിച്ചെല്ലാവരും. എന്തിനിങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? ഉഷാറായിട്ടൊന്ന് ചിരിച്ചെല്ലാവരും. ഉഷാറായിട്ട് ചിരിക്കും. ഉഷാറായിട്ട് എന്നിട്ട് അത് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് നല്ല ഉഷാറായിട്ട്. നിങ്ങൾക്ക് 10 പൈസ ചിലവില്ല. അത് ഈ പല്ല് എൻ്റെ മഞ്ഞപ്പല്ലുണ്ട് കാര്യമില്ല. ഇങ്ങനെ ഒന്ന് കാണിക്കാൻ എന്താ ചിലവുള്ളത് നിങ്ങൾക്ക്? ഒരു ചിലവില്ല. ഉഷാറായിട്ട് കൈയ്യടി എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി. ഞാൻ ചോദിച്ച് വാങ്ങിക്കുകയാണ് കൈയ്യടി, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഒരു പാട്ട് കൂടിയും പാടുന്നുണ്ട്, നാടകഗാനം. ഓക്കെ, പാടിക്കൂടെ? നിങ്ങളോട് ചോദിച്ചിട്ട് പാടാം. ബലികൂടിനും പാടിക്കൂടെ? പാടട്ടെ? ശരി. ബലികുടീരങ്ങളെ 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 സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരമുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. തിരിഞ്ഞു താമരമുകുളങ്ങൾ ഭൂപടങ്ങളിൽ ഗതി വർന്നു ജീവിതങ്ങൾ തുടലൂരി അറിഞ്ഞു. ചുണ്ടിൽ കാതകൾ കരങ്ങളിൽ പൂച്ചട പക്ഷി വായിക്കട്ടെ ഒളികണ്ട് ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ വിവിധ ജനകോടികളിൽ ചാർത്തുന്നു നിങ്ങളിൽ സമരമുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ
ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങളുടെ സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ പിന്നിതാ പുതിയ ചെങ്കോടി നേടി കുടീരങ്ങളെ കുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ വിവിധ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ സിന്ദൂരമാലകൾ കുടീരങ്ങളെ താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് സോങ്. ഓക്കെ, നമ്മളിനി ഒന്ന് അടിച്ചു പൊളിച്ചൊന്ന് ഡാൻസ് ചെയ്യാൻ വേണ്ടി പോകണം. ചേട്ടൻ റെഡിയല്ലേ? ചേട്ടൻ റെഡിയാണോ? അപ്പോൾ ചേട്ടന് വേണ്ടിയാണ് നമ്മൾ അടുത്തൊരു പാട്ട് കൂടി പാടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 1-2 ആൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റേജിലേക്ക് വരാം. വരുന്നോ? വെറുതെ എടാ ഒന്നിങ്ങനെ വെറുതെ ജോഷ് എന്നെ സന്തോഷിക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും ഒരു 1-2 ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ഇവിടെ സ്റ്റേജിലേക്ക് വരാം. ഒരു 2 പേർക്ക് കേട്ടോ, കൂടുതൽ ആൾക്കാരെ അല്ല. ഒരു 1-2 കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ നമ്മളിനി പാടാൻ വേണ്ടി പോകുന്ന പാട്ട് എന്നുള്ളത്, ഈ പാട്ട് എപ്പോഴാണോ ഇറങ്ങിയത് അത് മുതൽ എല്ലാ തലമുറകളെയും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കിടിലൻ സോങ് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പല നടയിൽ പോലെയുള്ള സിനിമകളിലൂടെയൊക്കെ അതിൻ്റെ മറ്റൊരു വേർഷൻ കൂടി നമ്മളെല്ലാവരും കേട്ടു. റെഡിയാണോ? അഴകിയ ലൈല എന്നുള്ള പാട്ട് പോട്ടെ. റെഡിയാണോ ചേട്ടാ? റെഡി? അപ്പോൾ ചേട്ടൻ ഡാൻസ് കളിക്കാൻ റെഡിയാണെന്ന് അറിയാം. ഒന്ന് ഉഷാറായിട്ടൊന്ന് കൂടെ കൂടുക. നിറഞ്ഞൊരു കൈയടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സർഷാദ് ഷാ ഓൺ സ്റ്റേജ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പാട്ടിലേക്ക് പ്രിയപ്പെട്ട പാട്ടുകാരനെ വളരെയേറെ സ്നേഹത്തോടെ റെഡി? എല്ലാവർക്കും നമസ്കാരം. രണ്ടുപേരും നമസ്കാരം. എല്ലാവരും ഉഷാറല്ലേ? അടിപൊളി പാട്ട് വേണ്ടേ? കൂടില്ല ചെറിയൊരു കൈയടി എന്ന് എല്ലാവരും ചേർന്നു. അടിപൊളി, താങ്ക് യു. அழகிய லேலா அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மானாடா அழகுக்கு இவள் தான் தாயாடா அழகிய லேலா அவள் இவளது ஸ்டைலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மானாடா அழகுக்கு இவள் தான் தாய்நாடா. எல்லாரும் இந்த கை அடிச்சு கூட போறீங்க. ഈ ചേട്ടന് നല്ലൊരു കൈയടി കൊടുത്ത എല്ലാരും. சிறுகின்னு விருந்தால் கூந்தல் எங்கே சூரிய நிலமானது எங்கே என் மனம் இங்கு போனது எங்கே மன்மதனே வந்தது என்ன கண்ணதை தொட்டால் சந்தன கொட்டும் வெட்டதை தொட்டால் குங்கும பொட்டும் புன்னகை மட்டும் மல்லிகை பொட்டும் பார்த்தால் பருவம் மூச்சு விட்டும் காலடி மோசைகள் கம்பெனி கேட்டு இக்காட்சோவின் நவ்வியம் ஒன்று வித்தோவானின் சிம்பனி ஒன்று பெண்ணாய் மாறியதோ
അന്തപുരത്ത് മകറാണി ഓഹോ ഓഹോ അന്തപുരത്ത് മകറാണി അഴകിയ ലേല അവൾ ഇവളങ്ങ് സ്റ്റൈല സന്തന വെയില ഇവൾ മന്മത പുയല അകടപ്പൂവിൻ മാനാട ഓഹോ ഓഹോ അഴകുക്ക് ഇവൾ താന്തോയിനാടോ ഇങ്ങോട്ട് വന്നു വാ നിങ്ങൾ വന്നു വാ ഇങ്ങോട്ട് വന്നു വാ ഒരു നല്ലൊരു കൈഡി കൊടുത്തു കൊടുത്തു அடித்தது என்ன தாங்கங்கள் என்ன குடிப்பது என்ன இரவில் என்னை வளர்த்தது என்ன இதயம் தொல்லை போனதென்ன ரகசியமாய் இவள் இளமையை ரசித்தேன் கனவுகள் எழுதி மனசுக்குள் படித்து கனவுகள் எழுதி காலையில் இருந்து தினம் தினம் இவளை ஓசி விட்டேன் வாலிப குறும்புகள் ஜாடைகள் சொல்லு அம்மம்மோ பூக்கள் அவளை பார்த்து பார்த்து போட்டோகிராஃபை கேட்டு கேட்டு கைகள் நீட்டியதோ அந்தபுரத்தின் மகராணி ஓஹோ ஓஹோ அந்தபுரத்து மகராணி அழகிய லேலா அவள் இவளது சேலா சந்தன வேலா இவள் மன்மத புயலா அடடா பூவின் மானாடா ஓஹோ அழகுக்கு இவள் தான் தாய்நாடோ താങ്ക് യു നമ്മളെ പേരെന്താ സാവരിയ ഒരു നല്ലൊരു കൈഡി കൊടുത്തേ അടിപൊളി താങ്ക് യു